4-ാം മിനിറ്റിൽ ആദ്യ സൂചന വന്നു. 6-ാം മിനിറ്റിൽ ആദ്യ ഗോൾ പഠിച്ചു. പിന്നെയും അടുത്ത ഗോളുകൾ, പോർച്ചുഗൽ രണ്ടാമത്തെ ഗോൾ, ആദ്യത്തെ ഗോളോടുകൂടി നിങ്ങൾ എന്തുകൊണ്ട് റൊണാൾഡോ ടീമിന് ഇമ്പോർട്ടന്റ് ആവുന്നു എന്നുള്ളത് തെളിയിച്ചു. രണ്ടാമത്തെ ഗോളോടുകൂടി റൊണാൾഡോ സെൽഫിഷ് ആണ്, റൊണാൾഡോ ടീമിന് ചേരാത്ത ആളാണ്, ടീമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേതാണ് മറിച്ചതാണ്, ആനയാണ് ചേനയാണെന്ന് പറയാൻ പറ്റുന്ന എല്ലാം പറഞ്ഞു നിങ്ങൾ. അതിനുള്ള ഇതായിരുന്നു, മറുപടിയായിരുന്നു രണ്ടാമത്തെ ഗോൾ. പിന്നീട് മൂന്നാമത്തെ ഗോൾ ഒരു സ്ട്രൈക്കറിന്റെ എല്ലാവിധ കേപ്പബിലിറ്റീസും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കുന്നതായിരുന്നു രണ്ടാമത്തെ ഗോൾ. റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോൾ, പോർച്ചുഗലിന്റെ മൂന്നാമത്തെ ഗോൾ. അങ്ങനെ കളിയിൽ ഉടനീളം റൊണാൾഡോയുടെ ഒരു പവർ എന്താണ്? 40 ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ചർച്ചയ്ക്ക് എടുക്കുന്ന പേരുകാര്, ഒന്ന് നെയ്മർ, പിന്നെ എംബാപ്പെ, പിന്നെ ഹാളണ്ട്, ഇവരൊക്കെയാണ് സാക്ഷാൽ മെസ്സി, എല്ലാവരും ഉണ്ട്. അതിനൊപ്പം റൊണാൾഡോ എന്ന 41-കാരനെയും എടുക്കുന്നു എന്നിടത്ത് തന്നെ നിങ്ങൾ ചോദിച്ചതിന്റെ ആ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും CR7 ഇത്തവണ ഈ ലോകകപ്പിന് ആദ്യ മത്സരത്തിൽ അപ്പോ അദ്ദേഹത്തിന് പന്ത് കൊടുക്കുന്നില്ല എന്നുള്ള വിമർശനം ആയിരുന്നില്ല. ഉറപ്പല്ല, അത് കളി കണ്ടവർക്ക് എല്ലാവർക്കും അറിയില്ല, പന്തെത്തുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരു ടീം ഗെയിമിൽ സ്ട്രാറ്റജിയിൽ വന്ന പാളിച്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് സ്ട്രാറ്റജിയിൽ ഉണ്ടായ ഒരു പാളിച്ചയാണ്. ബോൾ എത്തിയപ്പോൾ കണ്ടല്ലോ, 5 ഗോളിലല്ലേ ഇന്നലെ ജയിച്ചത്. എല്ലാം കൃത്യമായി പറ്റുന്നതെല്ലാം ഫിനിഷ് ചെയ്യുന്നു. 7 ഷോട്ടായിരുന്നു എടുത്തത്, അതിനകത്ത് 5 ഓൺ ടാർഗറ്റ് ആയിരുന്നു, 2 ഗോളായിരുന്നു. അവസാനത്തെ ഇഞ്ചറി ടൈം, എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷം വരെയും അറ്റംപ്റ്റ് വന്നു റൊണാൾഡോയുടെ ഭാഗത്തുനിന്ന്.